നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി. പ്രവേശനത്തിന് പിന്നാലെ മറ്റൊരു പ്രമുഖ കോൺഗ്രസ് നേതാവ് കൂടി ബി.ജെ.പി. പാളയത്തിൽ എത്തിയേക്കുമെന്ന് സൂചനയുണ്ട്. ഒരുപക്ഷേ മുൻ കെ.പി.സി.സി. പ്രസിഡന്റ് വി.എം. സുധീരനായിരിക്കും അതെന്ന ചർച്ചകൾ പൊതുമണ്ഡലത്തിൽ ഉടലെടുത്തു കഴിഞ്ഞു. കാരണം അടുത്ത കാലത്തായി സുധീരൻ കെ.പി.സി.സി. നേതൃത്വവുമായി കടുത്ത അകൽച്ചയിലാണ്. സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചിരുന്നു. ഗ്രൂപ്പ് അതിപ്രസരത്തിൽ മനം മടുത്ത് 2017 പാർട്ടിയെ തന്നെ ഞെട്ടിച്ച് സുധീരൻ അന്ന് കെ.പി.സി.സി. അധ്യക്ഷപദം രാജിവെച്ചത്. കെ.പി.സി.സി. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും എ.ഐ.സി.സി. അംഗത്വത്തിൽ നിന്നും വി.എം. സുധീരൻ രാജിവെച്ചത് പുതിയ നേതൃത്വത്തിനോടുള്ള മുതിർന്ന നേതാക്കളുടെ പ്രതിഷേധം ശക്തമാകുന്നതിൻ്റെ ഭാഗമായാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. സംഘടനാ തലത്തിൽ പുറത്തുവരുന്ന മാറ്റങ്ങൾക്ക് കെ.സി. വേണുഗോപാലിലൂടെ രാഹുൽ ഗാന്ധിയിലൂടെയും ഹൈക്കമാൻഡിൻ്റെയും പിന്തുണ പുതിയ നേതൃത്വം ഉറപ്പിച്ചിരുന്നു. മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും അവരുടെ ഗ്രൂപ്പുകളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുവെന്ന ഘട്ടത്തിലാണ് വി.എം. സുധീരൻ്റെ രാജി പ്രഖ്യാപനമുണ്ടായത്. വി.എം. സുധീരനെ അനുനയിപ്പിക്കാൻ എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിട്ടും അദ്ദേഹം മയപ്പെട്ടില്ല. അടുത്തിടെ വി.എം. സുധീരൻ്റെ അഭിപ്രായം പ്രതികരിക്കാൻ മാത്രം വില കൽപ്പിക്കാനില്ലെന്ന് പറഞ്ഞ സുധീരൻ്റെ നിലപാടിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഏറെ നാളിന് ശേഷം കയറി വന്നയാളാണ് വി.എം. സുധീരനെന്നും വീട്ടിൽ പോയി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പാർട്ടി വിട്ടു എന്നാണ് പറഞ്ഞതെന്നും കെ. സുധാകരൻ പറയുകയുണ്ടായി. കെ.പി.സി.സി. നിർവാഹക സമിതി യോഗത്തിൽ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്ന് വി.എം. സുധീരൻ പറഞ്ഞിരുന്നു. കെ.പി.സി.സി. നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കണമെന്നും മൃദുഹിന്ദുത്വം പാടില്ലെന്നുമായിരുന്നു സുധീരൻ്റെ നിലപാട്. ഇതിനോടാണ് സുധാകരൻ്റെ പ്രതികരണം അന്ന് വന്നത്. എന്നാൽ പാർട്ടി വിട്ടുവെന്ന പരാമർശം നിമിഷങ്ങൾക്കകം സുധാകരൻ തിരുത്തുകയും ചെയ്തതാണ്. സഹകരിക്കാൻ ഇല്ല എന്നാണ് സുധീരൻ പറഞ്ഞതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടുള്ള വി.എം. സുധീരൻ്റെ പരസ്യ പ്രസ്താവന ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചതാണ്. കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരനെ നിശിതമായ ഭാഷയിൽ വിമർശിച്ചായിരുന്നു വി.എം. സുധീരൻ്റെ പ്രസ്താവന. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സുധാകരൻ താൻ പാർട്ടി വിട്ടെന്ന തരത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. മറ്റേതൊരു കാര്യത്തെയും പോലെ സുധാകരന് ഇതും തിരുത്തേണ്ടി വരുമെന്നാണ് സുധീരൻ പറഞ്ഞത്. വി.ഡി. സതീശനും കെ. സുധാകരനും ചുമതലയേറ്റെടുത്തപ്പോൾ സ്വാഗതം ചെയ്തയാളാണ് താൻ. അന്നത്തെ വാർത്താക്കുറിപ്പും ഫേസ്ബുക്ക് പോസ്റ്റും നോക്കിയാൽ അക്കാര്യം മനസ്സിലാക്കാം. അവരുടെ നേതൃത്വത്തിൽ പുതിയ സംവിധാനം വരുമ്പോൾ അന്നേവരെ കേരളത്തിലെ കോൺഗ്രസിലുണ്ടായിരുന്ന ഗ്രൂപ്പധിഷ്ഠിതമായ സംഘടനാ ശൈലിക്ക് സമൂലമായ മാറ്റം വരുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും അതുതന്നെയാണ് ഉണ്ടായിരുന്നതെന്നും സുധീരൻ വിമർശിച്ചിരുന്നു. ഗ്രൂപ്പ് അതിപ്രസരത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം വ്യത്യസ്തമാകുമായിരുന്നുവെന്നും സുധീരൻ തുറന്നടിച്ചിരുന്നു. ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം, ജയസാധ്യതയോ ജനസ്വീകാര്യതയോ നോക്കാതെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതെല്ലാം തന്നെ ദുഃഖിതനാക്കിയെങ്കിലും സുധാകരനിലൂടെയും സതീശനിലൂടെയും മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്നും വി.എം. സുധീരൻ തുറന്നു പറഞ്ഞതാണ്. ഏകപക്ഷീയമായാണ് ഡി.സി.സി. പ്രസിഡന്റുമാരെ നിശ്ചയിച്ചത്. അതിൽ വിയോജനക്കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു അദ്ദേഹം. തുടർന്ന് കെ. സുധാകരൻ തന്നെ കാണാൻ വന്നു. നിങ്ങളുടെ രീതി ശരിയല്ലെന്ന് പറഞ്ഞിരുന്നു. മോശമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും കൂട്ടായ ആലോചനയിൽ തീരുമാനമെടുക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വേണം സ്ഥാനങ്ങളിലേക്ക് ആളുകളെ നിയോഗിക്കാൻ എന്നും പറഞ്ഞു. ശേഷവും ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ നീങ്ങിയത്. പിന്നീടും വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സുധാകരൻ ശൈലിയിൽ മാറ്റം വരുത്തിയില്ല. സംഘടനയ്ക്ക് പാർട്ടിക്ക് ഗുണകരമല്ലെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡിനും കത്ത് അറിയിച്ചിട്ടുണ്ട്. പണ്ട് 2 ഗ്രൂപ്പിൻ്റെ താൽപ്പര്യമാണ് സംരക്ഷിക്കേണ്ടതെങ്കിൽ ഇപ്പോൾ അതിലും കൂടുതൽ ഗ്രൂപ്പുകളുണ്ട്. കത്തയച്ചെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും രാജിവെച്ചതെന്നും സുധീരൻ വിശദീകരിച്ചിരുന്നു. പിന്നീട് പൊതുമണ്ഡലത്തിൽ നിന്നും അപ്രത്യക്ഷനായ സുധീരൻ ബി.ജെ.പിയിലൂടെ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നേക്കുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്.